ഈ ലോകം നിങ്ങളെ എങ്ങനെ കാണണം? നിങ്ങളുടെ പബ്ലിക് ഇമേജ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലുള്ള മിഡ് ഹെവൻ പോയിൻ്റ് ആണ്. ആ ഒരു മിഡ് ഹെവൻ പോയിൻറ്റിനനുസരിച്ച് കമ്പനിയുടെ ബ്രാൻഡിങ്, എങ്ങനെ കമ്പനിയെ പൊസിഷൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത 3-4 വീഡിയോസിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. ഇന്ന് നിങ്ങളുടെ മിഡ് ഹെവൻ പോയിൻ്റ് അഗ്നിരാശികളായിട്ടുള്ള മേടം, ചിങ്ങം, ധനു രാശികളിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കുക. എവിടേക്കാണോ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത് അത് മുഴുവനായിട്ടും ചെയ്യുക. നിങ്ങളുടെ മിഡ് ഹെവൻ പോയിൻ്റ് അഗ്നിരാശിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്വഭാവം തന്നെ വളരെ ഊർജ്ജസ്വലമായതും വളരെ ആത്മവിശ്വാസം എക്സിബിറ്റ് ചെയ്യുന്നതും വളരെ ആവേശം നിലനിർത്തുന്നതുമായിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് എളുപ്പം നിങ്ങളെ ബ്രാൻഡിങ് യാഥാർത്ഥ്യമാവുക. ആ ഒരു ബ്രാൻഡിങ് ശൈലി എന്ന് പറയുന്നത് ഒരു ലീഡർ, ഒരു ട്രെയിൽ ബ്ലേസർ ആണ് നിങ്ങൾ എന്ന രീതിയിലായിരിക്കണം. അതിൽ മേടം രാശിയാണ് നിങ്ങൾ എക്സാക്ട്ലി നിങ്ങളുടെ മിഡ് ഹെവൻ വരുന്നതെങ്കിൽ നിങ്ങൾ വിപണിയിലെ ഒരു വിപ്ലവകാരിയായിട്ട് മാറണം. ആ രീതിയിൽ നിങ്ങളെ പൊസിഷൻ ചെയ്യണം. അതായത് നിങ്ങളാണ് ആദ്യം ആ ഒരു ബ്രാൻഡ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് നിങ്ങളാണ് എന്നൊരു പരിവേഷമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രാൻഡിങ് കളേഴ്സൊക്കെ ചുവപ്പ് പോലുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. വളരെ ഷാർപ്പായിട്ടുള്ള ലോഗോസൊക്കെ ആയിരിക്കണം, അങ്ങനെയുള്ള എഡ്ജുള്ള ലോഗോസൊക്കെ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം വളരെ വേഗതയുള്ള വിഷ്വൽസ് കട്ടുകളൊക്കെയാണ് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിലും മറ്റും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി ചിങ്ങം രാശിയാണ് നിങ്ങളുടെ മിഡ് ഹെവൻ പോയിൻ്റ് വരുന്നതെങ്കിൽ ഒരു ആഡംബര ബ്രാൻഡായിട്ട് വേണം നിങ്ങളെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ വിഷ്വൽസിൽ ഗോൾഡ്, ഓറഞ്ച് നിറങ്ങൾ, വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾ അഡ്വർടൈസ്മെൻറ്റിൽ, വളരെ പ്രൗഢിയുള്ള പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ധനുരാശിയാണ് എങ്കിൽ വളരെ അറിവും സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു ബ്രാൻഡായിട്ട് വേണം നിങ്ങളെ പൊസിഷൻ ചെയ്യാൻ. എക്സ്പാൻഷനും വളർച്ചയുമായിരിക്കണം നിങ്ങളുടെ മെസ്സേജ്. അതിൻ്റെ വിഷ്വൽസിൽ പർപ്പിള്, കടും നീല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അതോടൊപ്പം വിഷ്വൽസ് വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ, വേൾഡ് മാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റ് രാശികളിൽ ഉള്ള കളേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ രീതിയും അറിയാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം വീഡിയോസ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ ഇത് ഷെയർ ചെയ്യുക.